പ്രധാനമായിട്ട് നമുക്ക് ക്യാമറയിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ GoPro Hero 8 ആണ്. GoPro Hero 8 ഇത് എന്തായിരുന്നു ബോക്സാണ്, ബോക്സ് പീസാണ്. ബോക്സ് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇതിൻ്റെ ഒരു ചാർജറും ഒരു ബാറ്ററി കേസ് വരുന്നുണ്ട്. ഒരു വാട്ടർ പ്രൂഫ് കേസിങ്, അതേപോലെ പ്രൊട്ടക്റ്റിംഗ് കേസായിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് പോർട്രേറ്റ് ആയിട്ട് വീഡിയോസ് എടുക്കുന്നത്. അതായത് GoPro എവിടെയാണ്, ഹെൽമെറ്റിൽ എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെ പോർട്രേറ്റ് വീഡിയോസ് എങ്ങനെയാണ്, സ്റ്റോറിയിലേക്കുള്ളതും റീൽസിലേക്കുള്ള പോർട്രേറ്റ് വീഡിയോസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും, എല്ലാ റൈഡേഴ്സും, യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന എല്ലാ റൈഡേഴ്സും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പൊസിഷനാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡൽ. GoPro ഇങ്ങനെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നൊരു മെത്തേഡ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടാറുള്ളത് യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാം റീൽസ്, അതേപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, സ്റ്റോറീസ്, അതിലേക്കൊക്കെ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ GoPro ഈ ഒരു രീതിക്കല്ല, ഈ ഒരു പോർട്രേറ്റ് മോഡൽ GoPro വെക്കാം. ഇങ്ങനെ വെച്ചും GoProയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെച്ചാൽ ഈ ഒരു പൊസിഷൻ വെക്കാനുള്ള ഒരു മൗണ്ടിങ് മെത്തേഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനത്ര വലിയ പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ ഹെൽമെറ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജ്യൂസിൻ്റെ ഹെൽമെറ്റാണ്. നിങ്ങൾ കണ്ടു കാണും സ്റ്റോറിയും പോസ്റ്റിലൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ റൈഡേഴ്സും, യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ റൈഡേഴ്സും ഈ ഒരു പൊസിഷനിൽ ഇവിടെ, അതേപോലെ ഈ ഒരു ചിന്നിൻ്റെ ഭാഗത്ത് ഇവിടെ ഇല്ലേ, ഈ ഒരു പൊസിഷനിലേക്കാണ് കൂടുതലും വെക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ യൂട്യൂബിലേക്കുള്ള ഏറ്റവും നല്ല പൊസിഷനാണ് ഈ രണ്ട് പൊസിഷൻസ്. അതേപോലെ ഈ സൈഡിൽ വെച്ച് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് മോഡൽ GoPro ഈ ഒരു ആംഗിളിൽ വെക്കുക. ഏറ്റവും എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്നൊരു പൊസിഷനാണ് സൈഡ് പൊസിഷൻ. നമ്മൾ GoPro മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മൗണ്ടിങ് ക്ലിപ്സാണുള്ളത്. അതായത് ഈ ഒരു ഫ്ലാറ്റ് മൗണ്ടിങ്, അതായത് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വരുന്നൊരു മൗണ്ടിങ്ങും, പിന്നെ അതുപോലെ ഒരു കർവ്ഡ് ആയിട്ടുള്ള വരുന്ന മൗണ്ടിങ്ങും. ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള, അതായത് റീൽസായിട്ടും സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ പൊസിഷനാണ് ഈ ഒരു പൊസിഷൻ. ഇത് നമുക്ക് റൈറ്റ് യൂസ് ചെയ്യാം, ലെഫ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള വെച്ച രീതിക്ക് അനുസരിച്ച്. അതേപോലെ ഇത് നമ്മൾ ഹെൽമെറ്റ് ഇട്ട് വെച്ച് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് പൊസിഷൻ റെഡി ആണോ എന്ന് കറക്റ്റ് നോക്കണം. അതിപ്പോൾ നമ്മൾ ഇരിക്കുന്ന റൈഡിങ് പൊസിഷനും അതേപോലെ ഈ ഹെൽമെറ്റിൻ്റെ ഒരു ഷേപ്പൊക്കെ അനുസരിച്ച് ആണ് ഔട്ടർ വ്യൂ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനായിട്ട് സെലക്ട് ആക്കിയത് ഈ ഒരു ആംഗിളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റൈറ്റ് സൈഡ് വെച്ചിട്ടാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാറ്. ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ 2-3 ക്ലിപ്സ്, ഇതേപോലത്തെ ക്ലിപ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ മൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫോർവേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ തന്നെ. അത് നേരെ മറിച്ച് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ഇവിടെ ചിൻ മൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയും റെക്കോർഡ് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിലേക്കുള്ള ഒരു വീഡിയോസ്
അതായത് ലാൻഡ്സ്കേപ്പ് വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഇതും. ഈ ഒരു പൊസിഷനും ഇവിടെയും യൂസ് ചെയ്യാം. ഇവിടെയും ഇതേപോലെ എക്സ്ട്രാ ഈ ഒരു ക്ലിപ്പ് അയച്ചതിന് ശേഷം ഇങ്ങനത്തെ 2-3 മൗണ്ട്സ് ഉണ്ട്. ഇതേപോലത്തെ മൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിലും ഇവിടെ കീപ്പ് ചെയ്യാം. ബാക്കി പ്രോസസ്സിങ്, അതായത് എഡിറ്റിംഗ് പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ.